ഗായ്സ്, ഇത് വലിയ എന്തോ മേജർ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് പോലീസ് വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട്. It's accidents. മേജറായിട്ടുള്ള എന്തോ ആക്സിഡൻ്റ് ആണ് ഗൈസ്. ട്രക്കുമായിട്ട് ഇടിച്ചതാണ് കേട്ടോ. ഹലോ ഗൈസ്, ഫിഡ്വേ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹായ് ഗൈസ്, ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എയർപോർട്ട് ലക്ഷ്യമാക്കി നമ്മൾ അവിടെ പോവുകയാണ്. വലിയൊരു തിരക്കൊന്നുമില്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ടാക്സി ഈ ഫസ്റ്റ് ലൈനിൽ നിറഞ്ഞിട്ടുണ്ടാവും. പോയി നോക്കാം എന്താ സ്ഥിതി. സിഗ്നൽ ഓഫ്. ഈ ഒരു റൂട്ട് ടാക്സിക്കും ലിമോസിൻ കാർസിനും മാത്രമുള്ള ആക്സസ് ആണ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള. വേറെ പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും കയറാനുള്ള അലൗഡ് ഇല്ല. എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയപ്പം ചെറിയൊരു തിരക്കൊക്കെ കാണുന്നുണ്ട് ഗൈസ്. പുറത്ത് നോക്കുന്ന സമയത്ത് തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ടാക്സി ഉണ്ടെന്ന് തന്നെ ഉള്ളൂ. ടാക്സികൾ വന്നാൽ വിൽക്കുന്നുള്ളൂ. വലിയ തിരക്കൊന്നും കാണുന്നില്ല. ശരി,
ഗൈസ്, നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പോകുന്ന ഡൗൺ ടൗണിലേക്കാണ് കേട്ടോ. ഡൗൺ ടൗൺ പാലസിലേക്കുള്ള യാത്രയാണ്. പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് സൂക്കിൻ്റെ നേരെ മുന്നിലായിട്ടുള്ള സൂക്കൽ ബഹറൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് റൈറ്റിലാണ് നമ്മളെ ഈ പാലസ് ഹോട്ടൽ വരുന്നത്. അങ്ങനെ പാലസിലേക്കുള്ള യാത്ര കാണാം കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ ഡൗൺ ടൗണിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കിട്ടുന്ന എൻട്രൻസ് സൂക്കൽ ബഹറിലേക്കുള്ളതാണ്. അതേമാതിരി തന്നെ സെക്കൻഡ് കിട്ടുന്നതാണ് നമുക്ക് പാലസ് ഹോട്ടലിലേക്കുള്ള കേട്ടോ. നമ്മളങ്ങനെ പാലസ് ഹോട്ടലിലേക്കുള്ള എൻട്രൻസ് കയറാണ്. മനോഹരമായിട്ടുള്ള ഒരു കവാടം കാണാം. അത് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ശരിക്കും എങ്ങനെയാണോ ഒരു പാലസിലേക്ക് കയറുന്നത് അതേമാതിരിയാണ് അവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു ഫൗണ്ടെയിനും അതേമാതിരി തന്നെ ഒരു കുതിരയുടെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാച്ചു ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. റൈറ്റ് സൈഡിലായിട്ട് കാണാം. അതേമാതിരി തന്നെ സൂക്കൽ ബഹറിലേക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു എൻട്രൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ബോർഡൊക്കെ കാണാൻ വേണ്ടി പറ്റും. സൂക്കൽ ബഹർ എന്നുള്ള ഏറ്റവും നല്ലൊരു ലൊക്കേഷനിലാണ് ഈ പാലസ് ഹോട്ടൽ നിൽക്കുന്നത് കേട്ടോ. ബുർജ് ഖലീഫയും സൂക്കൽ ബഹറും അതേമാതിരി തന്നെ ഫൗണ്ടെയിൻ വ്യൂ, ദുബായ് മാള് എന്നിവേണ്ട എല്ലാ കാര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട്. നമ്മളങ്ങനെ പാലസ് ഹോട്ടലിലേക്ക് കയറാണ് കേട്ടോ. പാലസിൻ്റെ മെയിൻ എൻട്രൻസിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ബാക്ക് സൈഡിൽ ബുർജ് ഖലീഫിൻ്റെ ചെറിയൊരു ഭാഗം കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പാസഞ്ചറെ നമ്മൾ പാലസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയിലാണ് ഗൈസ്. നമുക്ക് വീഡിയോ എടുക്കുന്നതിൽ, ക്യാപ്ചർ ചെയ്യുന്നതിലും ഇവിടെ നിൽക്കുന്നതിനൊക്കെ പരിമിതികൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഹാങ് ചെയ്ത് വെച്ച് അതേമാതിരി തന്നെ ക്യാപ്ചർ ചെയ്താണ്. അല്ലാതെ വണ്ടീൻ്റെ അന്ന് എടുത്ത് ഇറങ്ങി വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാഴ്ചകൾ കാണാനുള്ള വകുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ പാലസിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ബുർജ് ഖലീഫയും അതേമാതിരി തന്നെ ഫൗണ്ടെയിൻ വ്യൂ ഒക്കെ ഉള്ളത്. എൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരിക്കലും ഇവിടെ വണ്ടിയൊക്കെ നിർത്താനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കും ഗൈസ്. ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. എന്താ ചെയ്യുക, നമുക്ക് വണ്ടി അവിടെ നിർത്താനുള്ള അലൗഡില്ല. ഒന്നാമത് തിരക്ക് സമയമായതുകൊണ്ട് തന്നെ. അല്ലാത്തൊരു സമയം ഫ്രീ ആയിട്ട് പോകുന്നൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. നമ്മളങ്ങനെ ഡൗൺ ടൗണിലേക്ക് ഇറങ്ങി. നമ്മൾ ഡൗൺ ടൗണിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് വരുന്നതാണ് ഓൾഡ് സൂക്ക് കേട്ടോ. ഓൾഡ് സൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള വില്ലകളൊക്കെ ആയിരുന്നു ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. അത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണാം പഴയ മാതിരിയുള്ള അതേ ഒരു റെട്രോ ലുക്കിലാണ്
അവർ വീണ്ടും പണിതിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. തിരിച്ചു പോകണം കേട്ടോ. ജോബൊന്നും വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കണമെന്നില്ല. നേരെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. കവാനിച്ച് വന്നായിരുന്നു, ഒരു പാസഞ്ചർ ഇറക്കാൻ വേണ്ടി വന്നതാണ്. തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷാർജ ഏരിയ ആണ്. ഷാർജൻ്റെയും ദുബായിൻ്റെ ഒരു ബോർഡർ ആയിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ അത്. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്ന റോഡ് കവാനീജ്, അതേമാതിരി തന്നെ സ്ട്രെയിറ്റ് അവീറിലേക്കൊക്കെ പോകുന്ന റോഡാണ്. അതായത് നമ്മൾ തിരിച്ച് യൂട്ടേൺ അടിച്ച് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മുഹൈസിന, ഷാർജ അവിടെയൊക്കെ കയറാൻ പറ്റിയുള്ള ഒരു റോഡാണ് കേട്ടോ അത്. മുന്നോട്ടെത്തുമ്പോൾ കാണാം ലാസ്റ്റ് വരുന്ന സിഗ്നലിൽ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് എയർപോർട്ടിലേക്കുള്ള റോഡാണ്. അവിടുന്ന് റൈറ്റ് കയറാണ്ട് സ്ട്രെയിറ്റ് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹത്ത, ഒമാൻ, ലഹബാബ്, അതേമാതിരി തന്നെ റാസൽ കൈമ, ഫുജേറ അങ്ങനെ പോകുന്ന ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന സിഗ്നൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ.
പറഞ്ഞ സിഗ്നലിൽ നിന്നാണ് ഞാൻ പറഞ്ഞ റോഡിലേക്ക് പോകേണ്ടത്. സ്ട്രെയിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹത്താമാൻ, അതേമാതിരി തന്നെ അബീർ എന്നുള്ള റോഡ്. ഇതിപ്പോൾ നമ്മൾ റൈറ്റ് കയറി പോകുന്നു, നേരെ എയർപോർട്ടിലേക്കുള്ള റോഡ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്കും അതേമാതിരി തന്നെ അവിടുന്ന് റൈറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർജയിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അവിടുന്ന് അടുത്തൊരു പാസഞ്ചറെ എടുത്ത് നമ്മൾ നേരെ പോകുന്നത് ജബലാലിയുള്ള JA റിസോർട്ടിലേക്കാണ് കേട്ടോ. JA റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാം ജബലാലിക്ക് അടുത്തായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. അവിടേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മുന്നിൽ തെളിഞ്ഞ് വരുന്ന, ലെഫ്റ്റ് സൈഡിലായിട്ട് തെളിഞ്ഞ് വരുന്നത് പുതിയ അട്രാക്ഷൻ ആയിട്ടുള്ള മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഷെയ്ഖ് സാദ് റോഡിൽ കൂടി തന്നെ നേരെ തന്നെ പോവാം. ഈ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഷെയ്ഖ് സാദ് റോഡ് തന്നെയാണ് കേട്ടോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പുതിയ അട്രാക്ഷൻസൊക്കെ വരാനുണ്ട്. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന സഫ പാലത്തിലാണ്. പാലം കയറി ഇറങ്ങി ഉടനെ തന്നെ സർവീസ് റോഡിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ജുമേരയിലേക്ക് പോകാൻ പറ്റുക. എന്താ അറിയില്ല, ഒരു ട്രാഫിക്കൊക്കെ കാണുന്നുണ്ട്, ചെറിയൊരു ബ്ലോക്കൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പോൾ ആക്സിഡൻ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്താണെന്നുള്ളത് മുന്നോട്ട് പോയാലേ അറിയുള്ളൂ കേട്ടോ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സൈനിങ് ബോർഡിൻ്റെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ട്രാഫിക് വന്നത്. അങ്ങനെ നമുക്ക് 2 കിലോമീറ്ററിന് ശേഷം 2-3 കിലോമീറ്റർ ഓടിക്കും തോന്നുന്നു കേട്ടോ, അടുത്ത ട്രാഫിക് കിട്ടിയിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്ക് എന്താണെന്നറിയില്ല. നേരത്തെ പറഞ്ഞ മാതിരി റോഡ് വർക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അതൊന്നും അല്ലാന്ന് തോന്നുന്നു. പോലീസ് വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആക്സിഡൻ്റ് തന്നെ ആണോ? ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ, ആംബുലൻസൊക്കെ കാണുന്നുണ്ട്. ഇത് ആക്സിഡൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. എങ്കിൽ ഇത്ര പോലീസ് വണ്ടികളൊന്നും കാണാനുള്ള സാധ്യതയല്ല. എന്തോ മേജർ ആക്സിഡൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നോട്ട് പോയാൽ അറിയാം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട്. എന്തെന്നാണെങ്കിലും ഗൈസ്, വണ്ടി ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചും കണ്ടും വണ്ടി ഓടിക്കുക. എല്ലാ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിലും ദൈവം അപകടങ്ങളിലൊന്നും പെടാതെ എന്താ പറയുക രക്ഷിക്കട്ടെ. ഇത് നല്ല എന്തോ മേജർ ആക്സിഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യമായിട്ട് എന്തോ പറ്റിക്കുന്നു കേട്ടോ ഗൈസ്.
ഇത് ട്രക്കായിട്ട് കൂട്ടിയിടിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. ട്രക്കും ഒരു സൈഡ് പൊളിഞ്ഞു കിടക്കുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. മുന്നോട്ട് പോയാൽ അറിയാം കറക്റ്റായിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത്. നമ്മളെ ഈ വേസ്റ്റൊക്കെ എടുക്കുന്ന ട്രക്കില്ലേ, അതാണ് കേട്ടോ ഇടിച്ചിരിക്കുന്നത്. ദൈവമേ, ഒരാളെ സ്ട്രെച്ചറിലൊക്കെ കിടത്തിയിട്ടുണ്ട്. എന്തുതന്നെയാണെന്നുണ്ടെങ്കിലും ദൈവം എല്ലാ ഡ്രൈവർമാരെയും അപകടങ്ങളിൽ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അല്ലാതെ ഇപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക. എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുക, ബി സേഫ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ഏകദേശം ജെ റിസോർട്ടിൻ്റെയൊക്കെ അടുത്തെത്താറായി. നമ്മളെ ജബലാലി ഫ്രീ സോൺ ആണ് കേട്ടോ ഈ റൗണ്ട് അബൌട്ട് റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. അതൊരു ഗേറ്റാണ്. ഗേറ്റ് 1 or 2 ആണ് കേട്ടോ സൈഡിൽ, റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ റൂട്ട് കൂടി തന്നെയാണ് ജബലാലി, പാം ജബലാലിയേക്കും പോകുന്ന റൂട്ട് എന്ന് പറയുന്നത്. ഫുള്ള് കൂരാക്കൂരി ഇരുട്ടാണ് ഗൈസ്. വണ്ടിയും ലൈറ്റും മാത്രമേ ഉള്ളൂ, വേറെയുള്ള വെളിച്ചമൊന്നുമില്ല. ഈ റിസോർട്ടും കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഇരുട് മൂടിയിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ. വളരെ മിനിമലായിട്ടുള്ള വെളിച്ചം മാത്രമേ ഉണ്ടാവാറുള്ളൂ. പോയാൽ തന്നെ കാണാം. നമ്മളങ്ങനെ ജെ റിസോർട്ടിൻ്റെ കവാടത്തിലേക്ക് കയറുകയാണ്. വലിയൊരു കവാടമൊക്കെ ആണ് കേട്ടോ. Checking. Beach record. Beach hotel, right? No, Palm Tree Court. Sorry, sir? Palm Tree Court. Palm Tree Court. Go straight roundabout left side. Okay, thank you. Thank you. അങ്ങനെ നമ്മൾ ചെക്കിംഗ് പോസ്റ്റിൽ നിന്ന് അവിടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫുള്ള് ഇരുടാണ് കേട്ടോ. ഇരുടാണ്, ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ, വേറെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല.
ഗൈസ് നമ്മളങ്ങനെ ലോബിയിലേക്ക് കയറുകയാണ്. ലോബി എന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, ചെറിയൊരു റോട്ടുമ്മലാണ് നമ്മൾ സാധാരണ വണ്ടി നിർത്താറുള്ളത്. ഗൈസ് ഇതാണ് JA ഹോട്ടല്, JA റിസോർട്ടാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് കാണുന്നത്. ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട് ഇവിടെ. രാത്രിയായത് കൊണ്ടാണ് കൂടുതൽ കാണാത്തത് കേട്ടോ. ഇതാണ് 360 ഡിഗ്രി വ്യൂട്ടാ. നമ്മൾ ജയെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവിടുന്ന് അബുദാബി പോകാനുള്ളൊരു ഡിപ്പാർച്ചർ ജോബ് അടിച്ചു ഗൈസ്. ഒരു ലോങ് യാത്രയാണ്, 1 മണിക്കൂർ ആണ് കാണിക്കുന്നത്. ഇവിടുന്ന് പോയിട്ട് പാസഞ്ചർ എടുത്തിട്ട് വരാം ഗൈസ്. എന്താ സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല. അപ്പം അബുദാബി റോഡിലാണ് ഉള്ളത്, ഷെയ്ഖ് സായിദ് റോഡാണ് ഇത്. അങ്ങനെ നേരെ നമുക്ക് അബുദാബി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഗൈസ്. വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദുബായിലെ മാതിരി സ്ക്രീൻ ടച്ചിങ് ഒന്നും അബുദാബിയിൽ നടക്കില്ല. നമുക്കൊരു കോള് വന്ന് ആ കോൾ എടുത്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് AI ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈൻ വരാനുള്ള ചാൻസുകളുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ മാപ്പ് യൂസ് ചെയ്യുകയാണെന്ന് എന്തെന്നെയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫോണിൽ എന്തെന്നെ ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് AI ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ മൊബൈൽ യൂസിങ് എന്നുള്ള ലെവലിലാണ് നമുക്ക് ചലാൻ വരാനുള്ള സാധ്യതകളുള്ളത്. അതുകൊണ്ട് അബുദാബി പോകുന്ന ഏതൊരു ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മൊബൈൽ യൂസിങ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ ദുബായ് ബോർഡറിൽ കഴിഞ്ഞ് അബുദാബിയിലേക്ക് കയറാണ്. ഈ ലൈറ്റ് മാറിയത് കണ്ടോ? ഇവിടുന്ന് മുതൽ അബുദാബി സ്റ്റാർട്ടാവാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് 140 സ്പീഡ് ലിമിറ്റ്. ഇത് ഒറ്റ സ്ട്രെയിറ്റ് റോഡാണ് അബുദാബിക്കുള്ള. അങ്ങനെ അബുദാബിയിൽ കയറി. നമുക്ക് അബുദാബി പോയി വന്നിട്ട് കാണാം ഗൈസ്.